നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യൽകൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് നമുക്ക് നമ്മുടെ ഭാഗവതത്തിലെ സന്താനഗോപാലൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ദ്വാരകയിൽ ഉള്ളൊരു ഉത്തമ ബ്രാഹ്മണനാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ആദ്യം ഒരു ഉണ്ണി ഉണ്ടായി. ഉണ്ണി പ്രസവത്തിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആ ഉണ്ണി മരിച്ചു പോവുകയാണ്. പിന്നെയും രണ്ടാമത്തേത് മൂന്നാമത്തേത് എല്ലാം ഇങ്ങനെ മരിച്ചു പോകുന്നു. അപ്പം ഈ ഉണ്ണി മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ മൃതദേഹവും കൊണ്ട്, ഈ ഉണ്ണിയുടെ മൃതദേഹവും കൊണ്ട് നേരെ രാജാവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്, കൃഷ്ണൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. കാരണം കൃഷ്ണൻ വലിയ ആളാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, എന്തും ചെയ്യാൻ കഴിവുള്ളയാളെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹം ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളല്ലേ. പക്ഷേ ഇങ്ങനെ കൃഷ്ണനെ പറയും, ഫത്സിക്കും. അതായത് ഇങ്ങനെ അപമൃത്യമൊക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ അപമൃത്യമൊക്കെ ഉണ്ടാകുന്ന ഭരണാധികാരിയുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുർഭരണം കൊണ്ടാണ് എന്നൊക്കെ ആണ് പറയുന്നത്. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൃഷ്ണനൊന്നും വേണ്ടില്ല, തിരിച്ചു പോരും. ഇദ്ദേഹം തിരിച്ചു വന്നു, അടുത്ത കുഞ്ഞുണ്ടാവുന്നു. അങ്ങനെ അന്നേരവും ഇത് തന്നെ അവസ്ഥ. ഇവിടെ വന്ന് കിടന്നിട്ട് എല്ലാവരും വിചാരിക്കുക, എന്താ ഇദ്ദേഹം ഒന്നും പറയാത്ത, കൃഷ്ണൻ എന്താ ഒന്നും പറയാത്ത. കൃഷ്ണൻ ഒന്നും പ്രതികരിക്കില്ല, അദ്ദേഹത്തോട് ചീത്തയൊന്നും പറയില്ല. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ പറച്ചിലിൻ്റെ ഡോസ് കൂടി വരുക. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവനവനൊരു ഉണ്ണി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമയം തന്നെയാണ്. അപ്പോൾ അതിനിങ്ങനെ വരുന്നു എന്ന് പറയുമ്പോഴത്തേ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഇന്നതാ പറയണതെന്നറിയില്ല. അങ്ങനെ അദ്ദേഹം അങ്ങ് ചീത്ത പറയും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങ് പറയും. പിന്നെ എന്താ, അവിടെ നിന്ന് പ്രതികരണമൊന്നുമില്ല, ഒന്നും പറയില്ല, ആരും ഒന്നും പറയില്ല. ഉടനെ തന്നെ തിരിച്ചു വരും. പിന്നെ അങ്ങനെ എല്ലാം ആയി. 5, 6, 7, 8, 9 കുഞ്ഞുങ്ങളും പോയി. 9ാമത്തെ കുഞ്ഞും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കൊണ്ട് വന്നിട്ട് പറയാത്തതൊന്നുമില്ല കൃഷ്ണന്. കാരണം ഒരു ബ്രാഹ്മണൻ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ, അതിൻ്റെ പോലും കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണൻ ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെന്തിനാ ജീവിച്ചിരിക്കണേ, ഇവിടെ ചേട്ടനും അനിയനും ഇല്ലേ, ബലരാമൻ ഇവിടെ ഇരിക്കണോ, ശ്രീകൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. ഈ രാജ്യത്ത് ഒരു പ്രജയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ. എങ്ങനെ പറയാവുന്ന എൻ്റെ പരമാവധി പറഞ്ഞു. അപ്പോഴും കൃഷ്ണനൊന്നും വേണ്ടിയില്ല. അന്ന് അവിടെ നമ്മുടെ അർജുനനുണ്ടായിരുന്നു. അർജുനൻ ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ അർജുനനാ ഞാനെന്ന ഭാവം വന്നു. അദ്ദേഹം ഉടനെ ബ്രാഹ്മണനങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ വേഗം ചെന്നു. നിൽക്കൂ എന്നും പറഞ്ഞ് ചെന്നു. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്നാ, എന്തിനാ ഇങ്ങനെ കൃഷ്ണനെ ചീത്ത പറയണമെന്ന് ചോദിച്ചു. ഉടനെ വെച്ചു, നിങ്ങൾക്ക് എന്നാ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ ഇത്രയും സമയം പറഞ്ഞതിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്താണെന്ന്. എൻ്റെ 9 ഉണ്ണികളാണ് ഉണ്ടാകുമ്പോൾ അന്നേരം തന്നെ പോകുന്നു. ഈ രാജാവിൻ്റെ ദുഷ്ഭരണം കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, വല്ലതും മിണ്ടുന്നുണ്ടോ, അതുമില്ല, ചുമ്മാ ഇങ്ങനെ പരബ്രഹ്മമായിട്ട് ഇരിക്കും അവിടെ. ഇതെന്താണെന്നൊക്കെയുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അതേ, അടുത്തത് ഞാൻ ശരിയാക്കി തരാമെന്ന് തോന്നി. എന്ന് വെച്ചാൽ അടുത്ത ഉണ്ണി ഉണ്ടാകുമ്പോൾ അതിന് മുമ്പ് എന്നോട് പറഞ്ഞാൽ മതി, ആ ഉണ്ണിയെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇദ്ദേഹം ചോദിച്ചു, രക്ഷിക്കാമെന്നോ? ഏറ്റവും വലിയ ആളോടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, കൃഷ്ണനോട് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും മിണ്ടണില്ല, പിന്നെ ഇയാളാണോ ഇതൊക്കെ ചെയ്യണേ? നിങ്ങൾക്ക് ഞാനാരാണെന്ന് അറിയാൻ മേലായില്ലേ? അതാണ് നിങ്ങളിപ്പം ഞാനാരാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് അറിയുന്നത്. ഞാൻ ആരാന്നറിയുമോ? അർജുനൻ, മധ്യമ പാണ്ഡവൻ. എൻ്റെ കയ്യിൽ ഗാണ്ഡീവം ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. ഞാൻ അസ്ത്രവിദ്യയിൽ എന്നെ വെല്ലാനായിട്ട് ഈ ലോകത്ത് ഈ ത്രിഭുവനത്തിൽ ആരുമില്ല, അങ്ങനെയുള്ള ആളാണ് ഞാൻ. എന്നിട്ടാണ് നിങ്ങൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞേ. നിങ്ങളൊന്നും
വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം അന്തർജനം ഗർഭിണിയായി കഴിഞ്ഞാൽ എന്നെ വന്ന് അറിയിച്ചാൽ മതി, ഒരു ഗർഭം എടുക്കുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും പിന്നെ ഇദ്ദേഹത്തിനൊരു സംശയം, അപ്പം അങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ അന്ന് തന്നെ ചിത കൂട്ടി അതിൻ്റെതിലേക്ക് ചാടി ജീവത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞു. ആ എന്നാൽ കുഴപ്പമില്ല, കാരണം വരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ ഒന്നും പോയില്ലെങ്കിൽ അങ്ങ് ഇത് അർജുനന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തായാലും അങ്ങനെയാകുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. സമയമായി, ഇദ്ദേഹത്തെ അറിയിച്ചു. വേഗം അർജുനൻ വില്ലും അമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോയി നിന്നു. സ്ത്രീ കിടക്കുന്ന മുറിയുടെ അവിടെ എല്ലാം വലിയ ബന്ദോബസ്താക്കി, അങ്ങനെ അമ്പുകൾ കൊണ്ടൊക്കെ എല്ലാം അങ്ങനെ മറച്ചു വെച്ചു. ഒരു ഈച്ച പോലും കയറാൻ പാടില്ലാത്ത പോലെ അടവാക്കി അവിടെ മുഴുവനും. എല്ലാം കഴിഞ്ഞു. ദേ വന്നിട്ട് ഇദ്ദേഹം ബ്രാഹ്മണൻ ആലമറ ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് പറയാം, മറ്റത് ഇത് ഡെഡ് ബോഡിയെങ്കിലും കാണും, ഇപ്പോൾ അതുപോലും ഇല്ല. ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ അത് എന്നാന്ന് പോലും കണ്ടില്ല, എന്നാ സംഭവിച്ചെന്ന് പോലും കണ്ടില്ല എന്നും പറഞ്ഞ് അങ്ങേര് ഭയങ്കര ഇത്. അപ്പോൾ ഉടനെ തന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ അർജുനൻ പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞിട്ട് വേഗം ഇതൊക്കെ വിറകൊക്കെ കൊണ്ടുവന്ന് ചിതയൊക്കെ ഒരുക്കി അതിലേക്ക് ചാടാൻ തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം എല്ലാം ഇതൊക്കെ കൂട്ടി അങ്ങനെ ചാടാൻ അങ്ങ് തുടങ്ങുകയും പുറകിൽ നിന്നൊരു കൈ വന്നങ്ങ് പിടിച്ചു. എന്താ അർജുന നീ കാണിക്കണേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തോട് കൃഷ്ണൻ അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ ഇദ്ദേഹത്തോട് പ്രതിജ്ഞ ചെയ്തല്ലേ അടുത്ത കുഞ്ഞിനെ രക്ഷിക്കാമെന്ന്, അതെനിക്ക് കഴിഞ്ഞില്ല. അന്ന് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടാമെന്ന് പറഞ്ഞ. അതൊക്കെ കാര്യമാക്കണ്ടെന്നേ, നിനക്ക് നീ ഏറ്റു ഇല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഉണ്ണിയെ കൊടുക്കാമെന്ന് ഏറ്റു, നമുക്ക് നോക്കാൻ വഴിയുണ്ടോയെന്ന് വരാനും പറഞ്ഞ് അങ്ങനെ പോയി. എവിടെ പോയി? നേരെ വൈകുണ്ഠത്തിലേക്ക് രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴങ്ങനെ നമ്മുടെ ശേഷനാഗത്തിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ്. ആരാ? ആ വിരാട് പുരുഷൻ സാക്ഷാൽ വൈകുണ്ഠമൂർത്തി അങ്ങനെ കിടക്കുകയാണ്. അന്നേരത്തേക്കും ഈ കൃഷ്ണനെ കണ്ടപ്പോഴത്തേക്കും പതുക്കെ ഒന്ന് എഴുന്നേക്കാൻ നോക്കി കേട്ടോ, ഒന്ന് പതുക്കെ പൊങ്ങാൻ തുടങ്ങി. അപ്പം കൃഷ്ണൻ കണ്ടുകൊണ്ട് കാണിച്ചു, എഴുന്നേക്കല്ലേ എന്ന്. അതുപോലെ തന്നെ കിടക്കുന്നു. ആ എഴുന്നേക്കാൻ തുടങ്ങിയ രൂപമാണ് നമ്മുടെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഈ സന്താനഗോപാലത്തിൻ്റെ കഥയിലുള്ള ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ഇത്. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം രണ്ടുപേരും ചെന്നു. ഉടനെ തന്നെ, നിങ്ങൾ പണ്ടത്തെ നരനാരായണന്മാരല്ലേ ഇവർ രണ്ടുപേരും, കൃഷ്ണനും അർജുനനും പണ്ട് നരനും നാരായണനുമായിട്ട് ജനിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എനിക്ക് കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ ഉണ്ണികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അവരൊക്കെ സുരക്ഷിതരായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അർജുനൻ ഇങ്ങനെ നോക്കി, ഞങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടോ എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, അത് തന്നെയെന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കല്ലേ, കൃഷ്ണൻ എന്തിനെങ്കിലും നേരമുണ്ടോ? എന്താ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടേ? അവിടെ സഭയിൽ പോയിരുന്ന് ഇല്ലേ രാജ്യകാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ 1,208 പേരുടെ ഉള്ളേ, അവരുടെ എല്ലാം പിള്ളേരെ കുളിപ്പിക്കണം, അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എല്ലായിടത്തും ഭക്തന്മാർ ആര് വിളിച്ചാലും ഓടി അവിടെ ചെയ്യണം അവരുടെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പരബ്രഹ്മത്തെക്കുറിച്ച് എന്നെക്കുറിച്ച് ഓർക്കാൻ ഒരു മിനിറ്റ് പോലും കിട്ടില്ല എന്ന് എനിക്ക് അത് പറഞ്ഞില്ല. എന്നാലും അതുകൊണ്ട് ഞാൻ കൃഷ്ണനെ അർജുനനെ ഒന്ന് കാണാനായിട്ട് വിളിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അലോഹ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് ആ 10 ഉണ്ണികളെയും ഓരോ വയസ്സിനൊക്കെ വ്യത്യാസമുള്ള 10 പേരെയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കൂ, അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഇവർ ഉണ്ണികളെയും കൊണ്ട് വന്നു. എന്നിട്ട് വേഗം കൃഷ്ണനോട് പറഞ്ഞേ, കൃഷ്ണ അങ്ങല്ലേ ഇത് കൊണ്ടുവന്നവരെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഏയ് നീയല്ലേ ഏറ്റത്, ഞാനല്ലല്ലോ ഉണ്ണിയെ കൊടുക്കാമെന്ന് ഏറ്റത്, അർജുനനല്ലേ എൻ്റെ സഖാവ് ഇല്ലേ, എൻ്റെ സഖാവല്ലേ ഏറ്റത്, അതുകൊണ്ട് കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ട് ആ ഉണ്ണികളെ കൊടുത്തു. അതായത് ഈ
എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ? ഈ ഒരൊറ്റ പ്രശ്നമാണ്, ഞാൻ. ആ അർജുനൻ്റെ ആ അഹങ്കാരമാണ് ഇത് മുഴുവനും കാണിക്കുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മനസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി അദ്ദേഹം വീണ്ടും ആ കൃഷ്ണൻ്റെ സ്വന്തം ആയിട്ടുള്ള അർജുനനായി.